നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2025 SLC റിസൾട്ട് നാളെ പബ്ലിഷ് ആവുകയാണ്. നാളെ വൈകിട്ട് 3 മണിക്കാണ് സർക്കാർ ഔദ്യോഗികമായിട്ട് വെബ്സൈറ്റിൽ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, സാധാരണഗതി റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് വെബ്സൈറ്റ് നല്ല തിരക്കാണ് ഉണ്ടാവാറ്. എന്നാൽ എല്ലാ വർഷവും ഈ ഒരു ആപ്ലിക്കേഷനിൽ റിസൾട്ടിനുള്ള തിരക്കുണ്ടാവാറില്ല. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് നമ്മുടെ കുട്ടികളുടെയും അതുപോലെ തന്നെ സ്കൂളിൻ്റെയും എല്ലാം റിസൾട്ട് അറിയാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനെ കുറിച്ചും, അതുപോലെ തന്നെ +1 അഡ്മിഷൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമെല്ലാം നോക്കാം. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതില്ല. ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നില്ല, ആ അറിയിപ്പുകൾ ഇപ്പോൾ നിലവിലില്ല, അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് സഫലം 2025 എന്നാണ്. എല്ലാ വർഷമുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. സർക്കാരിൻ്റെ കീഴിലൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നെല്ലാം ഡൗൺലോഡ് ചെയ്ത് കുട്ടിയുടെ രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്തും നൽകി കഴിഞ്ഞാൽ നമുക്ക് കുട്ടിയുടെ റിസൾട്ട്, അതല്ലെങ്കിൽ സ്കൂളിൻ്റെ മൊത്തം റിസൾട്ട് അറിയണമെങ്കിൽ സ്കൂളിൻ്റെ കോഡ് എന്നിവ നൽകിയാൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കാറുണ്ട്. നാളെ 3 മണിക്കാണ് സർക്കാർ ഇത് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്നത്. ഒരു 3:10, 3:20 ആകുമ്പോൾ തന്നെ നമുക്ക് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് റിസൾട്ട് അറിയാൻ സാധിക്കും. നമ്മുടെ മൊബൈൽ ഫോണിൽ സഫലം 2025 ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് +1 അഡ്മിഷൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത്. നാളെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും നമുക്ക് എത്ര മാർക്കുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഗ്രേഡാണുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. അതിനനുസരിച്ച് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൻ്റെയും കോളേജുകളുടെയും ലിസ്റ്റ് നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഓൺലൈൻ സെൻ്ററുകളിൽ നിന്ന് ലഭിക്കും, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും. ആദ്യം നമ്മൾ എവിടെയാണ് പഠിക്കാൻ, ഏത് കോഴ്സിനാണോ ഉദ്ദേശിക്കുന്നത് കറക്റ്റായി മനസ്സിലാക്കി കറക്റ്റായി തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുക, അപേക്ഷ കൊടുക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം അപേക്ഷ കൊടുക്കുന്ന ആളുകൾക്ക് ആദ്യം ലഭിക്കുക എന്നുള്ളൊരു സമ്പ്രദായമല്ല അതിലുള്ളത്. അപേക്ഷ കൊടുക്കുന്നതിൻ്റെ അവസാന തീയതി വരെ കൊടുത്ത അപേക്ഷ എല്ലാം നോക്കി അതിനനുസരിച്ച് ഏകജാലക സംവിധാനത്തിലാണ് ഇതിന് സ്കൂളുകൾ ലഭിക്കുന്നത്. ഒരുപാട് ആളുകൾ പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിച്ച് പെട്ടെന്ന് തന്നെ നൽകാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ റിസൾട്ട് നോക്കി പഠിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന കോളേജുകളുടെ കാര്യമെല്ലാം നോക്കി, അവിടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഉണ്ടോ എന്ന് നോക്കി, അതുപോലെ തന്നെ നമ്മൾ ആദ്യം എവിടെയാണോ കൊടുക്കുന്നത് ആ ക്രമത്തിൽ തന്നെ, രണ്ടാമത് എവിടെയാണോ കൊടുക്കുന്നത് അതുപോലെ ക്രമത്തിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ആദ്യം കൊടുത്ത് എന്ന് കരുതി നമുക്ക് ആദ്യം തന്നെ റിസൾട്ട് ലഭിക്കുകയില്ല. ഒരുപാട് ആളുകൾക്ക് പറ്റുന്ന തെറ്റാണത്. റിസൾട്ട് വന്ന് അന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ കൊടുക്കാൻ, അല്ലാതെ തെക്കും തീരക്കും ഉണ്ടാക്കി ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അപേക്ഷ കൊടുക്കാറുണ്ട്. പിന്നീട് അപേക്ഷ തള്ളുമ്പോൾ മാത്രമാണ് നമ്മൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്. ഫസ്റ്റ് അപേക്ഷ കൊടുക്കുന്ന ആളുകൾക്ക് ഫസ്റ്റ് ലഭിക്കുകയില്ല. ഏകജാലകം സംവിധാനം വഴി അവസാനം ഇതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമാണ് അവർക്ക് റിസൾട്ട്, അല്ലെങ്കിൽ ഏത് കോളേജിൽ